കാശ്മീരിനെ സംബന്ധിച്ച് കാശ്മീരിൽ ശരിയാണ് BJP-യുടെ നമ്പർ കൂടിയിട്ടുണ്ട്. പക്ഷേ കാശ്മീർ എന്ന് പറയുന്നത് പഴയ കാശ്മീരല്ല, ഒരു സവിശേഷമായ സാഹചര്യം തവണയുണ്ട്. ഒരു പതിറ്റാണ്ടിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ BJP കൈവരിക്കാൻ ഉദ്ദേശിച്ച നേട്ടം ഇതല്ലല്ലോ. നിങ്ങൾക്ക് കാശ്മീർ താഴ്വരയിൽ ആ തരത്തിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കോയലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജമ്മു തൂത്തുവാരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നാഷണൽ കോൺഫറൻസ് കംഫർട്ടബിൾ മെജോറിറ്റിയോടെ കേവല ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഒരു പ്രീ പോൾ അലയൻസ് എന്നുള്ള നിലയിൽ കോൺഗ്രസ് CPM NC സഖ്യത്തിനുണ്ട്. അത് BJP ഒരു വലിയ തിരിച്ചടിയായി കാണുന്നില്ലേ? അഭിലാഷ്, അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഒന്ന്, BJP-യുടെ ഈ ഹരിയാനയിലെ വിജയത്തിൻ്റെ ഒരു പകിട്ട് കുറയ്ക്കാൻ വേണ്ടി അതിനെ ജാതിയുമായി ബന്ധപ്പെടുത്തിയിട്ടും അതല്ലെങ്കിൽ ജാട്ടുകളുടെ വികാരവുമായി ഒക്കെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടു. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു അക്കാഡമിക് ആയിട്ട് തന്നെ നിങ്ങൾ അതിനെ സമീപിച്ചാൽ BJP ഹരിയാനയിൽ ജാതിക്കുപരിയായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് 10 വർഷം മുമ്പ് പോയതാണ്. മനോഹർലാൽ ഖട്ടർ ഹരിയാനയിലെ കേവലം 1%, 2% ഉള്ളൊരു ജനവിഭാഗത്തിൽ നിന്നുള്ളൊരു നേതാവാണ്. അങ്ങനെ ഒരാളെ 18 വർഷമായി തുടർച്ചയായി ജാട്ട് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കാൻ ഒരു അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്. അത് BJP അവിടെ കാണിച്ചു എന്നുള്ള ജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ BJP-യുടെ പരിശ്രമങ്ങൾക്ക് ഹരിയാനയിൽ സാധിച്ചിട്ടുണ്ട്. അതിന് കിട്ടിയിട്ടുള്ള വിജയമാണ്. അവിടെ ജാതി രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ആ ജാതി രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ പരിശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഇത് ഈ രാജ്യത്തിന് ഗുണകരമാണ്. കാരണം കോൺഗ്രസ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹരിയാനയിലെ ജനങ്ങൾ അതിനനുവദിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശമല്ലേ കിട്ടിയത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഈ BJP-യുടെ തെരഞ്ഞെടുപ്പ് വിജയം ഏതെങ്കിലും തരത്തിൽ അതിനെ കാസ്റ്റ് ഇക്വേഷനുമായി ബന്ധപ്പെടുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. കാരണം BJP ജാതിക്ക് അതീതമായി അവിടെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് 10 വർഷക്കാലം തുടർച്ചയായി തെരഞ്ഞെടുപ്പ് വിജയവും നേടി. ജാതിക്ക് അതീതമായി തെരഞ്ഞെടുപ്പ് വിജയം നേടി കാണിച്ചു കൊടുത്തൊരു സ്ഥലം കൂടിയാണ് ഹരിയാന എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ BJP-ക്കെതിരായി കൊണ്ടുവന്ന എല്ലാ നറേറ്റീവുകളോടെ പരാജയപ്പെട്ടു. കർഷക സമരം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പുട്ടിന് പീരയിടുന്നത് പോലെ എല്ലാ ചർച്ചയിലും നിങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഒക്കെ ഇരുന്ന് ഇവിടെ ആവർത്തിച്ചവരാണ്. അതെല്ലാം മറികടന്നുകൊണ്ട് കർഷക സമരം BJP-ക്കെതിരായി ഗ്രൗണ്ട് ലെവലിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു വേവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇവിടെ തെളിഞ്ഞു. അവിടെ ആന്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായി വന്ന വ്യക്തി പറഞ്ഞത് നഗര കേന്ദ്രീകൃത മേഖലകളിൽ മാത്രമാണ് അങ്ങനെയല്ല. ഹരിയാനയിൽ ഗ്രാമീണ മേഖലകളിലും BJP വിജയം നേടിയിട്ടുണ്ട്. കർഷക മേഖലകളിലും BJP-യാണ് വിജയിച്ചിട്ടുള്ളത്. BJP-ക്ക് പരമ്പരാഗതമായി ശക്തി ഉണ്ടായിരുന്ന പ്രദേശമല്ല ഹരിയാന. BJP കഴിഞ്ഞ 10 BJP-ക്ക് നല്ല വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. യുവാക്കളുടെ കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രചാരണമായിരുന്നു അഗ്നിവീർ പദ്ധതി. രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്നിടത്ത് അങ്ങ് കാശ്മീരിൽ നിന്ന് നേരെ ഹരിയാനയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. വളരെ തന്ത്രപരമായി കാശ്മീരിലേക്ക് ഞാൻ തിരിച്ചൊന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു വലിയ രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്ന ഇടത്ത് ജനവിധി തെറ്റാണ് എങ്കിൽ അതിന്റെ സ്വാഭാവികമായ ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണെന്ന് അംഗീകരിച്ചു പോവുകയാണല്ലോ ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. അപ്പോൾ കാശ്മീരുമായി ബന്ധപ്പെട്ട് PDP സഖ്യം പൊളിഞ്ഞതിന് ശേഷം നിങ്ങൾ വരുത്തിയ ഭരണ പരിഷ്കാരങ്ങൾക്ക് എതിരായിരുന്നു കാശ്മീർ ജനത എന്നത് അംഗീകരിച്ചു കൊടുക്കോ? അല്ല, നിങ്ങൾ 4 പേരും ഇരുന്ന ഒരു 15 മിനിറ്റ് നേരം ഹരിയാനയിലെ BJP-യുടെ വിജയത്തെക്കുറിച്ച് ഇകഴ്ത്തി കാണിച്ച ശേഷം എൻ്റെ അവസരം വരുന്ന സമയത്ത് കഥാപ്രസംഗം പോലെ അതാ ഹരിയാനയിലേക്ക് നോക്കൂ, അല്ല കാശ്മീരിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതൊന്ന് പൂർത്തീകരിക്കട്ടെ, അങ്ങോട്ട് വരാം. ഹരിയാനയിലെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 1 വർഷമോ 2 വർഷമോ ആയി ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു മേഖലയിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. ആ പ്രദേശത്തെ നെറേറ്റീവുകളാണ് നിങ്ങൾ രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ചത്. കോൺഗ്രസ് അനുകൂലമായ ചോദ്യങ്ങളൊന്നും അല്ല ഉണ്ടായത്. എല്ലാവരും ഹരിയാനയിലെ വിജയം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ BJP-യുടെ വിജയം, കോൺഗ്രസിന്റെ തന്ത്രപരമായ പരാജയം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിച്ചത്. അങ്ങാണ് കാശ്മീരിനെ പറ്റിയുള്ള ആദ്യ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ സ്കിപ്പ് ചെയ്തു പോകുന്നത്. ഒരു തവണയല്ലേ മറുപടി പറഞ്ഞോളൂ. അല്ല, ഞാൻ ഒരു തവണയല്ലേ, ഞാനത് പറഞ്ഞിട്ട് കാശ്മീരിലേക്ക് വരാം. ഇന്ന് എനിക്ക് കുറച്ച് സമയം അധികം തന്നാൽ മതി. ഞാൻ ജയിച്ചു നിൽക്കല്ലേ, കുറച്ച് സമയം അധികം എന്താ ആ ഒരു കട്സി കാണിക്കൂ. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധമായിരുന്നു അഗ്നിവീർ. രാജ്യത്തെ സൈന്യത്തിന്റെ മൊറയിൽ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി അഗ്നിവീറുമായി ബന്ധപ്പെട്ട് നിരവധി നുണകൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. ആ നുണകളെ മുഴുവൻ ഹരിയാനയിലെ ജനങ്ങൾ തിരസ്കരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയുടെ രാജ്യവിരുദ്ധ പ്രസ്താവനകൾ, രാജ്യത്തിന് പുറത്തുപോയി ഇന്ത്യക്കെതിരായി ചെയ്യുന്ന, ഈ രാജ്യത്തിനെതിരായി ചെയ്യുന്ന പ്രസ്താവനകളൊക്കെ ദേശസ്നേഹികളായിട്ടുള്ള ഹരിയാനയിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ് അവിടുത്തെ BJP-യുടെ വിജയം എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷന്റെയും EVM-ന്റെയും കാര്യം പറഞ്ഞു. വളരെ നിരാശാജനകമാണ് കോൺഗ്രസിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. രാജ്യം
6 വർഷക്കാലം ഭരിച്ച പാർട്ടിയാണ്. ജനാധിപത്യത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ഹൃദയവിശാലത കാണിക്കണം. അവിടെ പരാജയം സമ്മതിക്കാൻ, അതല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചടി നൽകുമ്പോൾ അത് സമ്മതിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ കാര്യം എന്താ അവർ പറയാത്തത്? അവർക്ക് അത്യാവശ്യം മുന്നേറ്റം ഉണ്ടായ സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ EVM നല്ലതായിരുന്നോ? ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർ EVM-നെ കുറിച്ച് ഒന്നും ഒരു പരാതി എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇരുന്ന് വീണ്ടും EVM-നെ കുറിച്ച് കുറ്റം പറയുന്നത് വാസ്തവത്തിൽ അങ്ങേയറ്റം നിരാശാജനകമാണ്. കോൺഗ്രസ് മുഴുവൻ ഇപ്പൊ ദേശവിരുദ്ധ ശക്തികളെ കയ്യിൽപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധ നറേറ്റീവാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ സംശയത്തിന് നിലനിർത്തി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മഹിമ കുറയ്ക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ജോർജ് സോറോസ് അടക്കമുള്ള ആളുകളും ചേർന്ന് നടത്തുന്നു. രാജ്യാന്തര തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ വക്താക്കൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള ഭാഗമാണ് ഇത്തരം മറുപടികൾ. ഒന്ന്. രണ്ട്, നിങ്ങൾ കാശ്മീർ കാര്യം ചോദിച്ചു. നോക്കൂ, കാശ്മീരിലും ജനാധിപത്യം വിജയിച്ചു എന്ന് ഞങ്ങൾ പറയുള്ളൂ. കാശ്മീരിലും ദീർഘകാലം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവിടെ തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഷെയ്ഖ് അബ്ദുള്ളയെ പിടിച്ച് ജയിലിലിട്ട പാർട്ടിയാണ് കോൺഗ്രസ്. എങ്ങനെയാണ് കാശ്മീരിൽ തീവ്രവാദം വന്നത് നമുക്കൊക്കെ അറിയാം. ഈ കാശ്മീരിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് 174 അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ കാശ്മീരിൽ ഇത്തവണ ഒരൊറ്റ സ്ഥലത്ത് പോലും അനിഷ്ട സംഭവം ഉണ്ടായില്ല. മാധ്യമങ്ങൾക്ക് പറയേണ്ടി വന്നില്ല. അവിടെ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായില്ല. ജനങ്ങൾ സമാധാനപരമായി വോട്ട് ചെയ്തു. അവിടെ സാധാരണത്തിലും കൂടുതൽ വോട്ടിംഗ് പെർസെന്റേജ് വന്നു. ജനങ്ങൾ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുത്തു. ഈ രാജ്യത്ത് വിശ്വാസം അർപ്പിച്ചു. അങ്ങനെ മാറ്റം ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. ഞങ്ങൾ കാശ്മീരിൽ കാഴ്ചവെച്ചു ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്.